യുദ്ധ വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ച കേണൽ സോഫിയ ഖുറേഷിക്കെതിരായി അതിശക്തിയായിട്ടുള്ള വർഗീയ അധിക്ഷേപം നിരവധി മേഖലയിൽ നിന്നുണ്ടായി. ഒപ്പം മധ്യപ്രദേശിലെ മന്ത്രി കുൻവർ വിജയ് ഷാ നടത്തിയിട്ടുള്ള പരാമർശം അപലപിക്കുന്ന ഒന്നാണ് എന്ന് മാത്രമല്ല, കോടതിക്ക് തന്നെ രംഗത്ത് വരേണ്ടുന്ന അവസ്ഥ സംജാതമാക്കി. ഭീകരവാദികളുടെ സഹോദരിയാണ് സോഫിയ ഖുറേഷി എന്ന് പറയുന്നിടത്തേക്ക് എത്തുക എന്നത് സത്യം പറഞ്ഞാൽ ആത്മഹത്യാപരമാണ്. ഒരു ജനതയുടെ, ഒരു സൈന്യത്തിൻ്റെ ശരിയായ രാജ്യസ്നേഹപരമായ നിലപാടിനെ അപലപിക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഈ BJP മന്ത്രിക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിക്കാനോ സംഘടനാപരമായ സമീപനം സ്വീകരിക്കാനോ BJP തയ്യാറായില്ല എന്ന് മാത്രമല്ല, BJP വക്താവ് പറയുന്നത് മാപ്പ് പറഞ്ഞിരുന്നല്ലോ, അതോടുകൂടി തീർന്നു എന്നാണ്. മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം തീരുന്നതാണോ ഇത്ര ഗൗരവതരമായ പ്രശ്നം? ഇതൊറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് അല്ല നമ്മൾ കാണേണ്ടത്. സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന വർഗീയപരവും ചാതുർവർണ്ണ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയതുമായ നിലപാടുകൾ കേരളത്തിൽ നമുക്ക് പ്രകടമായി മനസ്സിലാക്കാൻ സാധിച്ചതാണ് വേടനെതിരെയുള്ള അവരുടെ സംഘപരിവാർ ആക്രമണ സമീപനത്തിൽ നിന്ന്. വേടൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഹിരൺദാസ് മുരളി, മലയാളി വിചാരം ഇയാളും വേടനാണെന്നാണ്. വേടൻ്റെ യഥാർത്ഥ പേര് ഹിരൺദാസ് മുരളി എന്നാണ്. അദ്ദേഹം ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു സിസ്റ്റം, റാപ്പ് മ്യൂസിക്, നമ്മളിത് അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഇതെന്താണെന്ന്, റാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ പഠിച്ചത്. എന്താ റാപ്പ് എന്ന് പറഞ്ഞാൽ റിതം ആൻഡ് പോയട്രിയാണ്. ഞാൻ പിന്നെ നിങ്ങൾ പേര് തന്നെ ഞാൻ ചോദ്യം ചോദിക്കുന്നു. റിതം ആൻഡ് പോയട്രി എന്ന് പറഞ്ഞാൽ താളാത്മകമായ രീതിയിൽ പറയുകയും പ്രത്യേക മ്യൂസിക്കോടുകൂടി അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇതിനെപ്പറ്റിയാണ് പറഞ്ഞത് ഇത് കലാ ആഭാസമാണ് എന്ന്. എത്ര വിവരക്കേടാണ് പറയുന്നത് എന്നതിൻ്റെ ഒരു എന്താ വിചാരിച്ച ഈ സംഗീതം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ഫ്യൂഡൽ രീതിയുടെ ഭാഗമായിട്ട് തുടർന്നു വന്ന ഭാഗം മാത്രമേ സംഗീതമുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. കലാഭാസമാണ്, ജാതി ഭീകരവാദിയാണ്, വേടൻ്റെ പിന്നിൽ സ്പോൺസർമാരുണ്ട് എന്നെല്ലാമുള്ള വ്യാപകമായ പ്രചാരവേല RSSൻ്റെ മുഖപത്രമായ കേസരിയുടെ പത്രാധിപർ NR മധു നടത്തിയ പരാമർശം അങ്ങേയറ്റം അപലപനീയമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സംഘപരിവാർ തുറന്നു വരുന്ന ന്യൂനപക്ഷ ദളിത് വിരോധത്തിൻ്റെ സൂചനകൾ കൂടിയാണ് ഇതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.